Good afternoon. Good afternoon. കേൾക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അതില്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞത്? ഹോസ്പിറ്റലിലെ ഫങ്ഷൻസ് അല്ലെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസും എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസ് അല്ലെ. ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് അകത്തുള്ളത് അല്ലെ, ഹോസ്പിറ്റലിന്റെ അകത്തുള്ള സർവീസിനെയാണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റീസ്റ്റോറേറ്റീവ്, പ്രിവെന്റീവ്, എഡ്യൂക്കേഷൻ, റിസർച്ച്. 4 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലെ. റിസർച്ച് വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയത്? എല്ലാവരും വായിക്കുന്നില്ലേ കൃത്യമായിട്ട്? അന്നു എടുക്കുന്ന പോർഷൻസ് അന്ന് തന്നെ വായിച്ചു വെക്കുന്നില്ലേ? യെസ്. കുറച്ചു പേരൊക്കെ ഇവിടെ തമ്പിട്ടിട്ടുണ്ട്. തമ്പിടാത്തവര് വായിക്കാനുള്ളതാണോ? വായിക്കണം. യെസ്. ഓക്കെ, നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ പോവാട്ടോ. എടുക്കുന്ന പോർഷൻസ് അന്ന് തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഞാൻ ആദ്യ ക്ലാസ്സിലേക്ക് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കും റിവൈസ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. അന്നത്തെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ദിവസം നമുക്ക് 2 മണിക്കൂർ ക്ലാസ് അല്ലേ, അപ്പൊ കുറച്ചേ പോർഷൻസ് വരുള്ളൂ. ഒരുമിച്ച് വരുമ്പോ അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അന്നത് തന്നെ ഒന്ന് വായിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ അഡ്വൈസ് ചെയ്ത് തരുന്നുണ്ട്. ക്ലാസ്സിൽ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് അത് 4 കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എക്സ്ട്രാമ്യൂറൽ. എക്സ്ട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് പുറത്തു കൊടുക്കുന്ന സർവീസ് ആണ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് പുറത്തു കൊടുക്കുന്ന സർവീസുകളാണ് ഏത്? എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുന്നത്. എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസ്. അതിനകത്ത് ഏതൊക്കെയാ വരുന്നേന്ന് നോക്കിയേ. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മെയിൻ ആയിട്ടുള്ള ഹെഡിങ് ഉള്ളൂ. അപ്പൊ നോക്കുക, അവിടെ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ വരുന്നത് ഏത്, എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസിൽ വരുന്ന ഏത്, ആ രീതിയിൽ ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഏതെല്ലാമാണ്? അപ്പോ എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസിൽ വരുന്നത് നോക്കിയേ. ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? OPD, ഔട്ട് പേഷ്യന്റ്. എന്താ? നമ്മള് ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് നമ്മൾ OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് അവിടെ OPD കൊടുക്കുന്ന സർവീസ് അല്ലെ. ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ OPD ചീട്ടെടുത്ത് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് മടങ്ങി വരുന്നു. അതാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞത് അല്ലെ. അവിടെ അഡ്മിറ്റ് ഒന്നും ആവണം, ജസ്റ്റ് നമ്മൾ ചീട്ടെടുത്ത് OPD ഡോക്ടറെ കണ്ട് എന്ത് ചെയ്യുന്നു, മെഡിസിൻസ് വാങ്ങിയിട്ട് തിരിച്ചു വരുന്നു. OPD സർവീസുകൾ അത് ഏതിൽ വരുന്നതാണ്? എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസിൽ വരുന്ന. ഒന്നാമത്തെ ഏതാണ്? ഔട്ട് പേഷ്യന്റ് സർവീസസ്. മനസ്സിലായില്ലേ? അതായത് പേഷ്യന്റ് നേരെ വന്ന് OPD വന്ന് ചീട്ടെടുത്ത് ഡോക്ടറെയൊക്കെ ചീട്ടെടുത്തിട്ട് OPD വന്ന് ഡോക്ടറിനെയൊക്കെ കണ്ട് മരുന്ന് മേടിച്ചിട്ട് മരുന്ന് പോകും. ഓക്കെ, അവിടെ കിടത്തി ചികിത്സയൊന്നുമില്ല. ഹോസ്പിറ്റലിലെ എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസിൽ വരുന്നതാണ്. രണ്ടാമത്തെയാണ് ഹോം കെയർ സർവീസസ്. ഹോം കെയർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ വീടുകളിൽ ചെന്നിട്ട് ചികിത്സിക്കുന്ന രീതി. ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഒത്തിരി തീരെ കിടപ്പായ രോഗികള് അവർക്കൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ വീടുകളിൽ ചെന്ന് കണ്ട് ചികിത്സിക്കുന്നതാണ് ഏത്? ഹോം കെയർ സർവീസസ്. വീട്ടിൽ ചെന്ന് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഡോക്ടർ ചെന്ന് നോക്കി മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പിന്നെ അടുത്തതാണ് മൊബൈൽ ക്ലിനിക്. മൊബൈൽ ക്ലിനിക്, സഞ്ചരിക്കുന്ന ആശുപത്രികൾ കണ്ടിട്ടില്ലേ നിങ്ങള്? ഡോക്ടർമാരും ഡോക്ടർ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ അവിടെ ഓരോ ഏരിയകളിലൂടെ പോകും അല്ലെ. എന്താ പറയാ, വാനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട്. അപ്പൊ അതിനകത്ത് ഡോക്ടറും നേഴ്സും അത്യാവശ്യം മെഡിക്കൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെന്ന് മരുന്ന് മേടിച്ചിട്ട് നമുക്ക് പോരാ അല്ലെ. എല്ലാ എക്യുപ്മെന്റ്സും ഒക്കെ ആ വാഹനത്തിൽ ഉണ്ടാകും.
അങ്ങനെ ആരെങ്കിലും ഒക്കെ മേടിക്കുന്നുണ്ടോ? വീട്ടിൽ അച്ചാച്ചനോ അച്ചാമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും ഒക്കെ അങ്ങനെ? അത് ഡെയിലി ഇപ്പൊ നമ്മുടെ ആഴ്ചയിൽ ഇന്ന ദിവസം അതിൽ നമ്മുടെ അതിൽ കൂടെ വരും അങ്ങനെയൊക്കെ മൊബൈൽ ക്ലിനിക്കുകള് മൊബൈൽ ക്ലിനിക് ഉണ്ട്. ഏഞ്ചല് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവം ഉണ്ട്. അതൊക്കെ ഏതിൽ വരുന്നതെന്ന് പറഞ്ഞേ എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസിൽ. അപ്പൊ ഡോക്ടറിനും നേഴ്സിനും എക്യുപ്മെന്റ്സും ഒക്കെ ആ വാഹനത്തിലുണ്ടാവും. അതിപ്പോ ചിലപ്പോ ഓരോ ഏരിയയിലേക്ക് ഇപ്പൊ ഒരു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, അവിടെ ചെന്നിട്ട് നമുക്ക് മരുന്ന് മേടിച്ചിട്ട് പോകാം. ഓക്കെ. പിന്നെ അടുത്തതാണ് ഡേ കെയർ സെന്റേഴ്സ്. ഡേ കെയർ എന്താ? ഡേ കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെയില് അല്ലെ, പകല്. അതായത് മുഴുവൻ സമയവും അവിടെ പ്രവർത്തിക്കുന്നില്ല, ഡെയിലി മാത്രമുള്ളൂ ഡേ കെയർ സെന്റേഴ്സ്. പിന്നെ അടുത്തതാണ് നൈറ്റ് ഹോസ്പിറ്റൽസ്. നൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പേരിൽ നിന്ന് തന്നെ അറിയാം എന്താ? രാത്രി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ കേട്ടോ, നൈറ്റ് ഹോസ്പിറ്റൽസ്. പിന്നെ മെഡിക്കൽ കെയർ ക്യാമ്പ്സുകൾ, ക്യാമ്പുകളില്ലേ, മെഡിക്കൽ കെയർ ക്യാമ്പുകളിൽ നമ്മൾ ക്യാമ്പൊക്കെ വെച്ച് കഴിയുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യും. മരുന്നുകളൊക്കെ തന്നെ മെഡിസിൻസ് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്ന മെഡിക്കൽ കെയർ ക്യാമ്പുകൾ. അതിൽ നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ, ക്യാമ്പ് കണ്ണിന്റെയോ അങ്ങനെ ഏതെങ്കിലും നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. അപ്പൊ നമ്മളവിടെ പോയി ഫ്രീ ആയിട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്ത് മരുന്നുകൾ ഒക്കെ തരും. പിന്നെ റെഫറൻസ് പോലെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കണ്ടേണ്ട ഒരു കേസ് ആണെങ്കിൽ അവര് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും അല്ലെ, മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. അപ്പൊ ഇതെല്ലാം ഏതിൽ വരുന്നതാ? എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസിൽ വരുന്ന പേരുകൾ നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാ? ഔട്ട് പേഷ്യന്റ് സർവീസസ് ഉണ്ട്, ഹോം കെയർ സർവീസസ് ഉണ്ട്, മൊബൈൽ ക്ലിനിക്കുകൾ ഉണ്ട്, ഡേ കെയർ സെന്റർ ഉണ്ട്, നൈറ്റ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കെയർ ക്യാമ്പ്. ഓക്കെ, ക്യാമ്പ്സ് ക്ലിയർ ആണോ? എക്സ്ട്രാ മ്യൂറലിൽ വരുന്നത്, ഇൻട്രാമ്യൂറലിൽ വരുന്നത് ഏതെല്ലാമൊക്കെ ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ ആ ഒരു ചാപ്റ്റർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എടുത്തു, രണ്ടാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എടുത്തു, മൂന്നാമത്തെ ചാപ്റ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇനി ആ ചാപ്റ്ററിൽ? കുഞ്ഞൊരു ചാപ്റ്റർ ആയിരുന്നല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് 8ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, ഫ്രണ്ട് ഓഫീസ്. അതിന്റെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ, നല്ല എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് 8ാമത്തെ ചാപ്റ്റർ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ എത്രയാന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്പൊ അവർക്ക് എടുക്കാലോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ എത്രയാ പേജ് നമ്പർ എടുക്കട്ടെ? ചിലപ്പോ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീനിൽ 36 ആണോ? പക്ഷെ ഇവിടെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തേക്കണതിൽ 39 ആണ് പേജ് നമ്പർ. നിങ്ങളുടെ ടെക്സ്റ്റിൽ എത്രയാന്ന് പറഞ്ഞേ? 36. പേജ് നമ്പർ 36 ആണ് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഫ്രണ്ട് ഓഫീസ്, ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട് ഓഫീസ് പേരൊന്ന് നോക്കിയേ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഫ്രണ്ടിലുള്ള ഓഫീസ് അല്ലെ, അങ്ങനെയല്ലേ? ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന, ആദ്യം പോകുന്ന സ്ഥലമാണ് ഇത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോ നേരെ ഡോക്ടറിനെ കാണാനും മെഡിസിൻസ് വാങ്ങാനും ഒക്കെയാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് പോണേ. ഹോസ്പിറ്റലിൽ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ, ഫസ്റ്റ് ടൈം നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ആദ്യം പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഫ്രണ്ട് ഓഫീസ് ആണ് അല്ലെ? ഈ ചാപ്റ്ററിൽ നമുക്ക് ഫ്രണ്ട് ഓഫീസ് റിസപ്ഷൻ. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ അവിടെ ഈ ഒരു ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഓഫീസിലെ റിസപ്ഷൻ ഏരിയ എന്നും പറയുന്നുണ്ട്. റിസപ്ഷൻ അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങള്? റിസപ്ഷൻ ഏരിയ. നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ആദ്യം പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനെ റിസപ്ഷൻ ഏരിയ എന്നും പറയുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ?
അപ്പൊ ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഫ്രണ്ട് ഓഫീസ് അവിടുത്തെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ചോ? ഓക്കെ, യെസ്. ഇനി വർക്ക് ഫ്ലോ. ഫ്രണ്ട് ഓഫീസിനെ പറയുന്ന മറ്റൊരു പേരാണ് റിസപ്ഷൻ ഏരിയ. ഓക്കെ, അവിടെ ഫസ്റ്റ് തന്നെ ഒരു കോട്സ് ആണ് കൊടുത്തേക്കുന്നത്. നോക്കിയേ, കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. എന്താ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കിങ്സ് രാജാക്കന്മാരാണ് അല്ലെ? ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? രാജാക്കന്മാരാണ്. കിങ്സ് ആ രാജാക്കന്മാരെ എന്ത് ചെയ്യരുത്? നെവർ അൺഅറ്റൻഡഡ് എന്ന് വെച്ചാൽ എന്താ? ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. എന്താണ് ആ കോട്സിന്റെ മീനിങ് പറയുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാരെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. ക്ലിയർ ആണോ? ആ രാജാക്കന്മാരെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. ഒരു കോട്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ കാര്യങ്ങൾ ബാക്കി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് ആർ നെവർ അൺഅറ്റൻഡഡ്. ഈ ഹോസ്പിറ്റലില് കസ്റ്റമർ എന്ന് പറയുന്ന ആരാ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്ന ആരാ? ആരാണ് കസ്റ്റമേഴ്സ്? ഹോസ്പിറ്റലിൽ ചെല്ലുന്ന കസ്റ്റമേഴ്സ് ആരാണ്? പേഷ്യൻസ് അല്ലേ? അല്ലേ? ഹോസ്പിറ്റലിൽ ചെല്ലുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാലാ അവിടെ പേഷ്യൻസ് അല്ലേ? പേഷ്യൻസ് ഇല്ലാതെ ഹോസ്പിറ്റലിൽ നിലനിൽപ്പുണ്ടോ? ഒരു പേഷ്യൻസും ഹോസ്പിറ്റലിലേക്ക് ചെല്ലല്ല, ഒരു പേഷ്യന്റ് അവിടെ ചെല്ലല്ല. അപ്പൊ ഹോസ്പിറ്റലിൽ വെറുതെ ബിൽഡിംഗ് ഉണ്ടാക്കി കുറെ സ്റ്റാഫുകൾ വെച്ചു, കുറെ എക്യുപ്മെന്റ്സ് വെച്ചു, ഇതൊക്കെ മാത്രം പോരല്ലോ, അവിടെ പേഷ്യൻസ് ചെന്നാലല്ലേ അല്ലേ? അപ്പൊ അവിടത്തെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കിങ് എന്ന് പറയുന്ന ആരവിടെ? പേഷ്യൻസ് ആണ് അല്ലേ? പേഷ്യൻസ് ആണ്. അപ്പൊ ഈ ഹോസ്പിറ്റലില് ഏറ്റവും ആ കോഴ്സിന് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടത് ആര് തന്നെയാണ്? പേഷ്യൻസ് ആണ്. പേഷ്യൻസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റെസ്പെക്ട് നമ്മൾ കൊടുക്കേണ്ടത് പേഷ്യന്റിനാണ്. കസ്റ്റമർ ഇപ്പൊ ബിസിനസ്സിൽ പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ഇല്ലാതെ ഒരു ബിസിനസ്സും വിജയിക്കില്ല അല്ലെ? കസ്റ്റമേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? ആ കോഡ്സ് എന്താണ് പറയണേന്നുള്ളത്? ഇപ്പൊ നമ്മളൊരു ബിസിനസ്, ഏത് ബിസിനസ് തുടങ്ങിയാലും അതിന് കസ്റ്റമർ ഇല്ലെങ്കിൽ കാര്യമില്ല അല്ലെ? വെറുതെ നമുക്ക് ഒരു കാര്യമില്ല. അത് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ കസ്റ്റമേഴ്സ് വേണ്ടേ അല്ലെ? നമ്മളൊരു ഷോപ്പ് തുടങ്ങി അതിന് കസ്റ്റമേഴ്സ് വന്നില്ലെങ്കിൽ കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ കാര്യം. ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അവിടെ പേഷ്യൻസിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. Flow. A medical receptionist is an inevitable part. Inevitable എന്ന് പറഞ്ഞാൽ എന്താ? അനിവാര്യമായ. അറിയില്ലാത്ത കുട്ടികള് മീനിങ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ, അറിയില്ലാത്തവര്. ഇൻഎവിറ്റബിൾ അനിവാര്യമായ ഭാഗമാണ് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഓഫ് ഹെൽത്ത് കെയർ ടീം. ഉണ്ടോ? എന്താ പറഞ്ഞേക്കണേ? ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ ഒരു പാർട്ടാണ്, ഒരു ഘടകമാണ്. ഒരു നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ ഈ അനിവാര്യമായ ഒരു ഭാഗമാണ് ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. അങ്ങനെ തന്നെ ചോദിക്കുക എക്സാമിന്. ഡാഷ് is an inevitable part of a well functioning of health care team. Next നോക്കിയേ, doctors, nurses and other medical and administrative staff members depend on medical receptionist. നോക്കി അത് ശ്രദ്ധിച്ച്. എന്താ പറയുന്നത്? ഡോക്ടർമാര്, നഴ്സുമാര്, മറ്റുള്ള മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ആരെ ആശ്രയിക്കുന്നു? ഡിപ്പെൻഡ് അപ്പോൺ ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നേ? ആരെ ആശ്രയിക്കുന്നത്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ. എന്തിനു വേണ്ടിയാ ഡിപ്പെൻഡ് ചെയ്യുന്നേ? ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി, നല്ല സൗഹൃദപരമായിട്ടുള്ള, വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ ദ പേഷ്യന്റ് ആൻഡ്
to facilitate the well functioning of the hospital. അപ്പോൾ ഡോക്ടർമാര്, നേഴ്സുമാര്, മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആരെ? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നു. എന്തിനു വേണ്ടി? ഫോർ വാട്ട്? എന്തിനു വേണ്ടിയാ? To create a friendly, welcoming and a well organized front office for patients. പേഷ്യൻസിന് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, വെൽക്കമിങ് ആയിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് പേഷ്യൻസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. അത് കൂടാതെ എന്താ? To facilitate the well functioning of the hospital. പിന്നെ എന്തിനാ? ഹോസ്പിറ്റലിൽ നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ലെ? റിസപ്ഷനിസ്റ്റ് അല്ലെ മെയിൻ ആയിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഓവറോൾ ആയിട്ടൊക്കെ നോക്കൂ, എല്ലാരും ഒക്കെ രജിസ്റ്റർ ചെയ്യും, അങ്ങനെയുള്ളതൊക്കെ ചെയ്യണത്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ ഹോസ്പിറ്റലിന്റെ നല്ല പ്രവർത്തനങ്ങള് അത് സുഗമമാക്കുന്നതിനും രണ്ട് കാര്യം പറയുന്നേ കേട്ടോ. The friendly, welcoming, well organized front office for patients. പിന്നെ അതുകൂടാതെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും ആരെ ആശ്രയിക്കുന്നു? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നു. ആര്? ഡോക്ടർമാര്, നേഴ്സുമാര്, മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ്. ക്ലിയർ ആണോ ആ പാരഗ്രാഫ്? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ ആ സെന്റൻസ്? Friendly, welcoming, well organized front office for patient and to facilitate well functioning of the hospital. ഇനി നോക്കിയ നെക്സ്റ്റ്, പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തനങ്ങളാ പറയുന്നത്. ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയേ. The need for professionally trained hospital ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ്. എന്താണ് ഒരു നല്ല ട്രെയിനിങ്? വെറുതെ ഒരാൾക്ക് നമുക്ക് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അല്ലെ? എങ്ങനെയുള്ളവരായിരിക്കണം? എന്താണ് നീഡ്? ആവശ്യകത എങ്ങനെയുള്ളത്? പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിന്റെ ആവശ്യകത എന്താണ്? എന്താണ് നോക്കിയേ. The different from other service industry, the hospital is where people come to visit when either or their close ones are unwell. എപ്പോഴാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്? എപ്പോഴാ നമ്മൾ പോകുന്നത്? മറ്റു സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ആളുകൾ പോകുന്നത് എന്തിനാ? എന്തിനാ പോകണേ? ചുമ്മാ കുറച്ചു നേരം ടൈം പാസിന് പോവോ, അല്ലെങ്കിൽ കുറച്ചേരം വിശ്രമിക്കാൻ പോവോ? എപ്പോഴാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്? To visit when either or their close ones are unwell. അല്ലെ? ഒന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ നമ്മൾ പോകും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ സുഖമില്ലാതെ അവരെയും കൊണ്ട് പോകും, അല്ലെങ്കിൽ അവര് വല്ല അഡ്മിറ്റ് ആണ് അവിടെ ആണെങ്കിലും കാണാൻ പോകും. അല്ലാതെ നമ്മളൊരു എന്താ പറയാ പാർക്കിലും ബീച്ചിലൊക്കെ പോണ പോലെ ആ ഒരു ലാഘവത്തോടുകൂടി ഹോസ്പിറ്റലിൽ പോവോ? കുറച്ചു നേരം ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അങ്ങനെ പോകും ആരെങ്കിലും? ഇല്ല അല്ലെ? അപ്പൊ എന്താ? ഒന്നില്ലെങ്കിൽ നമുക്ക് അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് വൺസ്, നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആർക്കെങ്കിലും ഒക്കെ സുഖമില്ലാതെ ഒക്കെ വരുമ്പോൾ അവരെ കൊണ്ടോ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. This make people come into the hospitals inpatient. അപ്പൊ ഇങ്ങനെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസ് എങ്ങനെയായിരിക്കും? ആർ ഇംപേഷ്യന്റ്. ഇംപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷമര്, ക്ഷമയില്ലാത്ത, അക്ഷമര്. ആൻഷ്യസ്. ആൻഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ആകാംക്ഷ നിറഞ്ഞവര്. ആൻഡ് ക്യൂരിയസ്, ജിജ്ഞാസയുള്ളവരായിരിക്കും അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് വയ്യാതെയൊക്കെ, അയ്യോ ഇനിയിപ്പോ ഡോക്ടർ എന്തായിരിക്കും പറയാ, എന്ത് അസുഖമായിരിക്കോ അല്ലെ? നമുക്ക് അല്ലെങ്കിൽ കുറെ നേരം നമ്മളോട് പറയാ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, ക്യൂ നീണ്ട നേരെ അവിടെ പോയി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല അല്ലെ? അയ്യോ പെട്ടെന്ന് ഡോക്ടറെ കണ്ട മരുന്ന് മേടിച്ച് പോകണം. അതാണ് നമ്മൾ അതുകൊണ്ട് അക്ഷമരായിരിക്കും അല്ലെ? അല്ലാതെ നമ്മൾ ക്ഷമിച്ച് അങ്ങനെയൊക്കെ നിൽക്കാൻ അത്രയൊന്നും അല്ലെ? അങ്ങനെയൊന്നും അത്രയ്ക്കുള്ള ഇതൊന്നും ഇല്ല അല്ലെ നമുക്ക്. അപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ആളുകൾ എങ്ങനെയായിരിക്കും? ഇംപേഷ്യന്റ്, ആൻഷ്യസ് ആൻഡ് ക്യൂരിയസ്. ജിജ്ഞാസയുള്ളവര്, ആൻഷ്യസ് ആകാംക്ഷ നിറഞ്ഞ അല്ലെങ്കിൽ എന്താ പറയാ അക്ഷമരായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന ആളുകൾ അല്ലേ? നമ്മുടെ രോഗം കാരണം ചിലപ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും അല്ലെ?
ഭയങ്കര വേദനയായിരിക്കും, ഒരുപാട് നേരം നിൽക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് വേഗം ഒന്ന് കണ്ടു പോന്നാൽ മതി. അല്ലെങ്കിൽ ഒരുപാട് നേരം നമുക്ക് അവിടെ എന്താ പറയാ ഈ ടെസ്റ്റ് ചെയ്യാനോ അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പൊ മൊത്തത്തില് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന ആളുകള് എപ്പോഴും അക്ഷമരും ആകാംക്ഷയുള്ളവരും ജിജ്ഞാസ നിറഞ്ഞവരൊക്കെ ആയിരിക്കും. Here comes the importance or necessity of handling such patients or their family members with the more professionalism, sympathy, empathy, and courtesy, following all hospital operational protocols. ശ്രദ്ധിച്ചേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെല്ലുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ വേണം, നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് നോക്കണം. Here comes the importance of necessity of handling such patients. അപ്പൊ അങ്ങനെ ചെല്ലുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് ആണ്. അത്രയും പ്രാധാന്യത്തോടു കൂടി വേണം അവരെ കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് എന്താ, അവരൊന്നിലും ആകാംക്ഷ അല്ലെങ്കിൽ അക്ഷമരായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. വിത്ത് മോർ പ്രൊഫഷണലിസം, അവരോട് കുറച്ചുകൂടി ആ ഒരു പ്രൊഫഷണലിസം എന്താ, പ്രവൃത്തിപരമായിട്ട് ആ ഹോസ്പിറ്റലിലെ എല്ലാ കറക്റ്റ് ഫങ്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന രീതിയിൽ, സിമ്പത്തി, അവരോടൊരു സഹതാപത്തോടു കൂടി അല്ലെ. അയ്യോ എന്നുള്ള ആ ഒരു ഇതില്ലേ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ എന്താ പറയാ അസുഖം മാറൂട്ടോ, അല്ലെങ്കിൽ ഡോക്ടറെ പെട്ടെന്ന് കാണാം, അങ്ങനെ ഒരു നമുക്ക് ഒരു സിമ്പതിയോട് കൂടി. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ, സഹാനുഭൂതി. അറിയില്ലാത്തവരുണ്ടെങ്കിൽ മീനിങ് നോട്ട് ചെയ്തോട്ടോ, ഞാൻ ഓരോ വേർഡ്സും പറയുന്നുണ്ട്. സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്, സഹതാപത്തോടു കൂടി. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയോട് കൂടി. ആൻഡ് കേഴ്സി എന്ന് പറഞ്ഞാൽ എന്താ, മര്യാദയോട് കൂടി വേണം അവരോട് പെരുമാറാൻ. കണ്ടോ, ഫോളോയിങ്, എന്ത് ഫോളോ ചെയ്തുകൊണ്ട്, ഹോസ്പിറ്റൽ ഓപ്പറേഷണൽ പ്രോട്ടോകോൾ, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനപരമായിട്ടുള്ള പ്രോട്ടോകോൾസുകളും ഫോളോ ചെയ്തുകൊണ്ട് അവരോട് നല്ല പ്രൊഫഷണലിസത്തോടുകൂടി, സിമ്പതിയോടുകൂടി, എമ്പതിയോടുകൂടി, കേഴ്സി, മര്യാദയോടുകൂടി വേണം ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസിനെ, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആയോ പാരഗ്രാഫ്? കുറച്ച് ഗ്യാപ്പ് ഇട്ടൊക്കെ കേറിയവരും എന്നെ ഫോളോ ചെയ്യണ്ടേ? എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഈ ചിലർക്ക് കുറച്ചും കൂടിയും ബ്രില്യന്റ് ആയിട്ടുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോ എന്താന്ന് തോന്നാം. പക്ഷെ നമ്മള് എന്താ പറയാ, ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ എല്ലാവരെയും കൺസിഡർ ചെയ്യണം നമ്മൾ, അല്ലെ? അങ്ങനെയല്ലേ വേണ്ടേ? എല്ലാ കുട്ടികളെയും നമ്മൾ നോക്കണ്ടേ? എല്ലാ കുട്ടികളെയും നമ്മൾ ഒരുപോലെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു മനസ്സിന് വിഷമാവാതെ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങള് എന്താ പറയാ ആ ഒരു ഇത് നമ്മള് ആ ഒരു എന്താ പറയാ ആ ഒരു ടീച്ചർ എന്ന നിലയിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് കയറിയ അമ്മമാരും ഒക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തോളാം കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ വേണം, അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പേഷ്യൻസ് എന്താ, എങ്ങനെയുള്ളവരാ? അക്ഷമരായിട്ടുള്ളവര്, ആകാംക്ഷ നിറഞ്ഞവര്, ജിജ്ഞാസയുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? അവരോട് നല്ല, അവരുടെ പേഷ്യൻസിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ നല്ല സിമ്പതിയോടുകൂടി, എമ്പതിയോടുകൂടി, കേഴ്സി, മര്യാദയോട് കൂടിയൊക്കെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രോട്ടോകോൾസും അനുസരിച്ച് വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. ആരെങ്കിലും ഇവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണ്ടോ? കഴിഞ്ഞ ബാച്ചില് മുന്നുള്ള ബാച്ചിലാ ഒരു കുട്ടി റിസപ്ഷനിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഓരോന്നും കഴിയുമ്പോ ചോദിക്കും, ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യണേ? മിസ്സേ, ഓക്കെ മിസ്സേ, അങ്ങനെയാണെന്ന്. അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ വേണ്ടേ? ഇതിനകത്ത് നമ്മൾ ഒരു റിസപ്ഷനിസ്റ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് അവർക്ക് വേണ്ട ക്വാളിറ്റീസ്, റെസ്പോൺസിബിലിറ്റി എല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെയൊക്കെ ആയിരിക്കണം. നിങ്ങൾ അങ്ങനെ പെരുമാറോ? നിങ്ങളിപ്പോ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ വരുമോ? അല്ലാതെ വന്ന ആൾക്കാരോട് ദേഷ്യപ്പെടോ? ഇല്ല. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചോളണം. അതാണ് നമ്മൾ പഠിക്കുന്നേ. ഇപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ കിട്ടുകയാണ്, നിങ്ങൾക്ക് റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ഇനി ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. മുന്നിലുള്ള പേഷ്യൻസിനെ നല്ല രീതിയിൽ വേണം ഹാൻഡിൽ ചെയ്യാൻ. എന്താ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അങ്ങനെ കേട്ടിട്ടില്ലേ? അല്ലെ? ഹോസ്പിറ്റലിൽ ആദ്യം ചെല്ലുമ്പോൾ നമ്മുടെ അടുത്തേക്ക് അവർ വന്നത്, അല്ലെ? നമ്മൾ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രണ്ട് ഓഫീസിലേക്ക് വന്നെ, അപ്പൊ അവരോട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താലല്ലേ അവരിനി വീണ്ടും വരുള്ളൂ.
അതൊരു ബിസിനസ് ട്രിക്ക് തന്നെയാ അല്ലെ? അല്ലാതെ വന്ന ആൾക്കാരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ വഴി തന്നെ പോകും. വേറെ ഹോസ്പിറ്റലില്ലേ അല്ലെ? ഇഷ്ടംപോലെ ഹോസ്പിറ്റലുണ്ട്. ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മൾ അങ്ങനെയല്ലേ? നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മളോട് നല്ല രീതിയിൽ നമ്മളോട് വെൽക്കം ചെയ്യും, നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആരും നമ്മളെ മൈൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലാൻ തോന്നോ? ഇല്ലല്ലോ. നമുക്കൊരു പിന്നെ പോവാനൊരു ഇത് കാണിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിലാണ് ആദ്യം വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണം. അതാണ് നമ്മൾ ഒന്നാമത് മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം. ഓക്കെ, മനസ്സിൽ എപ്പോഴും വേണം. ഇനി അടുത്ത് നോക്കിയേ, the front office is a department of a hospital which directly makes contact with the patient where they first arrive. Underline ചെയ്ത സെന്റൻസ് ഇങ്ങനെ തന്നെ ചോദിക്കും. Dash is a department of a hospital which directly make contact with the patient where they first arrive. ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുമ്പോൾ നമ്മള് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അല്ലെ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്, ഫ്രണ്ട് ഓഫീസ്. എല്ലാവരും അണ്ടർലൈൻ ചെയ്യാം ആ സെന്റൻസ് കേട്ടോ. The staff of this department are directly family members. ഇനി സ്റ്റാഫ് എങ്ങനെയായിരിക്കണം? ആ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? നമ്മളോട് ഡയറക്ട്ലി ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടവും പരിഗണനയും ഇതൊക്കെ ഇല്ലേ? അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ ആയിരിക്കണം ആ സ്റ്റാഫുകള് പെരുമാറാനായിട്ട്. The staff of this department are directly family members. Underline ചെയ്തോട്ടെ, അതുകൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. It function as a central point of contact across the organization. എന്താ പറയുന്നേ? ഒരു സെൻട്രൽ പോയിന്റ്, കേന്ദ്ര സ്ഥാനമാണെന്ന്. കോണ്ടാക്ട് അക്രോസ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിൽ, ആ ഹോസ്പിറ്റലിൽ ഉടനീളം ഈ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു കേന്ദ്ര സ്ഥാനമാണ് ഫ്രണ്ട് ഓഫീസ്. അതായത് ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ ചെല്ലുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ കൊടുക്കൂലേ? അതൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ പിന്നെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ റെഫർ ചെയ്യുമ്പോഴും അവിടെ നിന്നല്ലേ ആ ഇത് പോണത്. അപ്പൊ മെയിൻ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാ? ഫ്രണ്ട് ഓഫീസ് തന്നെയാണ്. ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒരു ഹോസ്പിറ്റലിനുടനീളം അല്ലെങ്കിൽ ഓർഗനൈസേഷനുടനീളം നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഏറ്റവും ഒരു കേന്ദ്ര പോയിന്റ് ആയിട്ട്, ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് ഇത് ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നു. സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇതാണ് ഫ്രണ്ട് ഓഫീസ്. ഇനി നോക്കിയേ, the department maintains information and records of all the patients of the hospital. ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു, നിലനിർത്തുന്നു ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡ്സ്, വിവരങ്ങളും അതുപോലെ റെക്കോർഡ്സും. all of the patients in the hospital. ഹോസ്പിറ്റലിലെ എല്ലാ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങളും റെക്കോർഡ്സും ഈ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ട്, നമ്മൾ റിസപ്ഷനിസ്റ്റ് എന്ന് ചോദിച്ചാൽ പോരെ എവിടെ കിടക്കണേ, ഏത് റൂമിലാണ്, നമ്മൾ ആ പേര് അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരില്ലേ? അല്ലേ? റിസപ്ഷനിലൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേഷ്യന്റിന്റെ എല്ലാ റെക്കോർഡ്സും അവിടെ ഉണ്ട്. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും റെക്കോർഡ്സും ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്ന് എല്ലാ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് അവിടെ കിട്ടും. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. That department maintains the information and the records of all the patients of the hospital. Another front office department. It also plays an important role in forming overall impression of the services produced by the organization. ഇനി എന്താണ്? It play an important role. ഒരു പ്രധാനപ്പെട്ട റോളും വഹിക്കുന്നുണ്ട്. എങ്ങനെ? In forming overall impression of the service provided by the organization. ഒരു ഓർഗനൈസേഷൻ നൽകുന്ന, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ നൽകുന്ന മൊത്തത്തിലുള്ള ഒരു മതിപ്പ് രൂപപ്പെടുത്തുന്നതിനും ഈ ഫ്രണ്ട് ഓഫീസ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ ഓൾറെഡി നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ മൊത്തത്തിൽ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ഓവറോൾ ഇംപ്രഷൻ കിട്ടൂലേ? നല്ല നീറ്റാണ്, എല്ലാം കറക്റ്റ് ആക്കി നീറ്റാക്കി എല്ലാ ഫയലുകളും എല്ലാം ഓക്കെ ആക്കി നല്ല അങ്ങനെ ഒരു ഇതാവുമ്പോ നമുക്ക് മൊത്തത്തില് ഹോസ്പിറ്റലിനെ കുറിച്ചൊരു ഇംപ്രഷൻ കിട്ടൂലേ?
അല്ല വേണ്ട. നമ്മുടെ വീട്ടിലോ ഒരു വീട്ടിൽ നമ്മൾ ചെന്നു, ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഫ്രണ്ടിലേക്ക് നമ്മൾ ആ സിറ്റൗട്ടിലേക്ക് കയറുമ്പോ തന്നെ ഏകദേശം അറിയാൻ പറ്റൂലേ ആ വീട് എത്രത്തോളം, അല്ലെ? നമുക്ക് അവിടെ കയറുമ്പോ തന്നെ അറിയാം നല്ല വൃത്തിമേനയായിട്ട് സൂക്ഷിക്കുന്നതാണോ, എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആയിട്ടുള്ള ഇതൊക്കെയാണോ എന്നുള്ളത് നമുക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അറിയാൻ പാടില്ലേ? അല്ലാതെ എല്ലാ റൂമുകളും നോക്കിയിട്ട് വേണോ? വേണോ? എല്ലായിടത്തും കയറി പരിശോധിച്ച് നോക്കണ്ടല്ലോ. നമ്മൾ ഫ്രണ്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റൂലേ ആ വീടിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടുമോ? കിട്ടൂലേ? എല്ലാവരും അവിടെ ചോറൂണൊക്കെ കഴിഞ്ഞ് എന്താ പറയാ ഉറക്കം വന്നിരിക്കണ്ട? ആണോ? അപ്പൊ അതാ നമ്മളാണെങ്കിൽ കിട്ടും. നമ്മൾ നേരെ ചെല്ലുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ചെല്ലുമ്പോ ഒരു വൃത്തിയില്ല, മേനയില്ല, അടിക്കൂല, വാരൂല, അങ്ങനെയൊക്കെ കാണുമ്പോ നമുക്ക് അറിയാൻ പാടില്ല, അയ്യോ ഇതൊരു നാട്, നമുക്കൊരു ഇത് തോന്നും. അതുപോലെ തന്നെയാ ഇപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോ, റിസപ്ഷനിൽ ചെല്ലുമ്പോ, ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോ അവിടെ എല്ലാം അലങ്കോലപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഓവറോൾ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചൊരു ഇംപ്രഷൻ കിട്ടൂലേ? അയ്യോ ഒരു നീറ്റില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെ ഹൗസ് കീപ്പിംഗ് സർവീസ് നടക്കണില്ല, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെ? ഒരടക്കം ചിട്ടിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇംപ്രഷൻ കിട്ടും. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ തന്നെ ചെന്ന് കയറുമ്പോ തന്നെ എല്ലാം നീറ്റ് ആയിട്ടാണ്, എല്ലാം ഇതാണെങ്കിൽ നമുക്ക് ഓവറോൾ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇംപ്രഷൻ കിട്ടും. It also play an important role in forming overall impression of the service provided by the organization. ആ ഒരു സ്ഥാപനം ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ ഓവറോൾ ഇംപ്രഷൻ നമുക്ക് എന്താണ് അതിനൊരു പ്രധാനപ്പെട്ട റോള് ഫ്രണ്ട് ഓഫീസിനുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. The front desk position is often the first person that patients or their well-wishers interact while contacting with the hospital. In front desk position is often the first person. അതായത് ഫ്രണ്ട് ഡെസ്ക് പൊസിഷനിൽ ഇരിക്കുന്ന ആ പേഴ്സൺ, ആ വ്യക്തി, അദ്ദേഹമാണ് person that the patient or their well-wishers interact while contacting with the hospital. ഹോസ്പിറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ആരാണ്? ഫ്രണ്ട് ഡെസ്ക് പൊസിഷനിൽ ഇരിക്കുന്ന പേഴ്സൺ. ഫ്രണ്ട് ഡെസ്ക് പൊസിഷനിൽ ഇരിക്കുന്ന പേഴ്സണെയാണ് നമ്മൾ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നെ ചോദിക്കാം. She is often the first person that the patient or their well-wishers interact while contacting with the hospital. ഒരു ഹോസ്പിറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ, പേഷ്യൻസും അവരുടെ വെൽവിഷേഴ്സും കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന പൊസിഷൻ ഏതാ? ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. അവിടെ ഇരിക്കുന്ന പേഴ്സണെയാണ്. ക്ലിയർ അല്ലേ? സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. So they are essentially the face and voice of the hospital, and for this reason they play an important role in the representing the organization. വീണ്ടും പറഞ്ഞേക്കവിടെ. അപ്പൊ അതിന്റെ ഫേസ് ആൻഡ് വോയിസ് ഏതാ? ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ അല്ലേ? അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വ്യക്തി അല്ലേ? ഫ്രണ്ട് ഡെസ്ക് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി, പേഴ്സൺ, അതാണ് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ആണ് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫേസ് ആൻഡ് വോയിസ്. ഹോസ്പിറ്റലിന്റെ ആ ഒരു മുഖച്ഛായ അവിടെ നിന്ന് കിട്ടും. ഹോസ്പിറ്റലിന്റെ ശബ്ദം എന്ന് പറയുന്നത് ആ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ഇവിടെ ഇരിക്കുന്ന ആ പേഴ്സൺ ആണ്. ആൻഡ് ഫോർ ദിസ് റീസൺ, ഈ കാരണങ്ങൾ കൊണ്ട് they play an important role in the representing the organization. അതുകൊണ്ട് എന്താ? ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നു. ഇതിന് ആ ഓർഗനൈസേഷനെ, ആ സ്ഥാപനത്തെ റെപ്രസെന്റ് ചെയ്യുന്നതില് ഈ ഫ്രണ്ട് ഓഫീസ്, അതേ റിസപ്ഷൻ എന്ന് പറയുന്ന അതേ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. an important role in the representing the organization. ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കി അത്രയൊന്ന്. എന്നിട്ട് നെക്സ്റ്റ് അടുത്ത ഇതിലേക്ക് പോകാം. ഇത്രയൊക്കെയാണ് ആ ഇൻട്രൊഡക്ഷനിൽ അവിടെ പറഞ്ഞിരുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഫങ്ഷൻസ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ?
ഓക്കെ ആണോ? ലാസ്റ്റ് പാരഗ്രാഫിലും അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടുക. സെന്റൻസ് സോ ദേ ആർ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇനി നെക്സ്റ്റ് പോകാം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക്. ഇനി ഒന്ന് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി വായിച്ചു വെച്ചാൽ പോരെ? ഓക്കെ ആണോ? ആർക്കെങ്കിലും ഇനി മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ഒന്ന് തമ്മിട്ടെ. ഓക്കെ ആണ്. ഇനി നമ്മള് നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? എന്താണ് കസ്റ്റമർ എന്ന് പറഞ്ഞ ടേം മീൻ ചെയ്യുന്നത്? കസ്റ്റമർ എന്ന് പറഞ്ഞ എന്താ? നമ്മളും കസ്റ്റമർ, നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാറില്ലേ? കസ്റ്റമേഴ്സ് ചിലപ്പോ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും ഏതെങ്കിലും എന്താണ് ഷോപ്പിലെയൊക്കെ അല്ലെ? കസ്റ്റമർ എന്ന് പറഞ്ഞ എന്താണ്? കസ്റ്റമർ ഈസ് റെഫേർഡ് ടു ആൻ ഇൻഡിവിജ്വൽ ഓർ ഹൗസ്ഹോൾഡ് ദാറ്റ് പർച്ചേസ് goods and services generated within the economy. Economy എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥ. നമ്മളൊരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു സർവീസോ അല്ലെങ്കിൽ സാധനങ്ങളോ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയെയാണ് എന്തെന്ന് പറയുന്നത്? കസ്റ്റമർ എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്യുന്ന ആളല്ലേ, വാങ്ങുന്ന ആളുകളെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Individual or household that can purchase goods and services generated within the economy. ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു സർവീസോ സാധനങ്ങളോ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. The word is historically derived from custom. ഇനി കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഏത് വേർഡിലാണ്? കസ്റ്റം. എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടോ. The word is historically derived from. ഈ കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്ത ഹിസ്റ്റോറിക്കലി ചരിത്രപരമായിട്ട് ഡിറൈവ് ചെയ്തേക്കുന്നത് ഏതിൽ നിന്നാണ്? വേർഡ് കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. മീനിങ് ഹാബിറ്റ്, അതും ചോദിക്കുക കേട്ടോ. വാട്ട് ഇസ് ദ വേർഡ് മീനിങ് കസ്റ്റം? കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? ഹാബിറ്റ്, ശീലം അല്ലെ? സ്വഭാവം, ശീലം എന്നാണ് മീനിങ്. കസ്റ്റം മീൻസ് ഹാബിറ്റ്. അതും അണ്ടർലൈൻ ചെയ്യാം. കസ്റ്റമർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആണ് ഇത് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഹാബിറ്റ്. A customer is someone who frequently consists a particular shop and make it a habit to purchase goods from there, and with the whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected purchases in the future. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഈ കസ്റ്റമർ എന്ന് പറഞ്ഞ എന്താ? ഈ someone who frequently, അവിടെ നമ്മുടെ പതിവായിട്ട്, കൺസിസ്റ്റ് പർട്ടിക്കുലർ ഷോപ്പ്, ഒരു പർട്ടിക്കുലർ ഒരു ഷോപ്പിൽ നിന്ന് പതിവായിട്ട് എന്താ പർച്ചേസ് ചെയ്യുന്നവരെയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ സ്ഥിരം കസ്റ്റമർ ആണെന്ന് പറയും. നിങ്ങൾ ബ്യൂട്ടി പാർലറൊക്കെ പോകാറില്ലേ? ചിലപ്പോ പർട്ടിക്കുലർ ആ ബ്യൂട്ടി പാർലറിന്റെ സ്ഥിരം കസ്റ്റമർ ആയിരിക്കും നിങ്ങൾ. പതിവായിട്ട് നമ്മൾ ആ ഷോപ്പിൽ തന്നെ പോണേ, ആ ബ്യൂട്ടി പാർലറിൽ തന്നെ പോകാറില്ലേ? നിങ്ങൾക്ക് പോകാറുണ്ട് ബ്യൂട്ടി പാർലറിലൊക്കെ? ഞാൻ പെട്ടെന്ന് മനസ്സിലാവേണ്ടി, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്താ പറയാ, അത് ഷോപ്പ് പ്രത്യേക ഇതുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ടെക്സ്റ്റൈൽസ് ഉണ്ടാവും അല്ലേ? അപ്പൊ അവിടെ ആ ടെക്സ്റ്റൈൽസ് ആ ഷോപ്പിലെ സ്ഥിരം കസ്റ്റമറാ നമ്മള് അല്ലേ? അവിടുത്തെ സ്ഥിരം കസ്റ്റമറാ. ചിലപ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ അവരെ അന്വേഷിക്കും അല്ലേ? നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറില്ലേ? ആ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ആ ഒരു ഷോപ്പിലെ ആളുകളും നമ്മളും തമ്മിലൊക്കെ അവിടെ നോക്കിയേ. അപ്പൊ എന്താണ് കസ്റ്റമർ എന്ന് പറയുന്നത്? ആ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് നമ്മൾ പതിവായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നവര്. and make it a habit to purchase goods from there. അല്ലെ? അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ശീലമുള്ളവരെ അവിടെ നമ്മൾ സ്ഥിരം കസ്റ്റമർ ആണ്. And with whom the shopkeeper had maintained a relationship to keep his or her custom. അപ്പൊ അവന്റെ അവരുടെ കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഷോപ്കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്താ കാര്യം?
എന്റെ ഷോപ്പ് ഉണ്ട്, സൂര്യ അവിടെ പതിവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ സൂര്യ വരുമ്പോഴത്തേക്കും സൂര്യനെ വിളിച്ചിട്ട് സംസാരിക്കും, നല്ലൊരു ബന്ധം ഞാൻ വളർത്തിയെടുക്കും. എന്താ കാര്യം? എന്തിനാ നമ്മളോട് അങ്ങനെ അത്രയും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷോപ്പ് കീപ്പർ? ഓ വെരി ഗുഡ്. എന്താ? ഫോർ ഫ്യൂച്ചർ പർച്ചേസ് അല്ലേ? നമ്മൾ ഭാവിയിലും ഇനിയും നമ്മൾ അവിടെ തന്നെ വാങ്ങണം, അതല്ലേ അയാളുടെ ഉദ്ദേശം. ആ വീണ്ടും ശരിയാണ്, വീണ്ടും പർച്ചേസ് ചെയ്യാൻ നമ്മൾ ചെല്ലുമ്പോ നമ്മളൊന്നും മൈൻഡ് ചെയ്യൂല, നമ്മൾ എല്ലാ ദിവസവും അവിടെയല്ല പോണത്. എന്നാലും ചെന്ന ഒരു ചിരി പോലും ഇല്ല. അങ്ങനെയാവുമ്പോ നമുക്ക് എന്താ സ്വാഭാവികമായിട്ട് വീണ്ടും അങ്ങോട്ട് പോകാൻ തോന്നൂല അല്ലെ? നമ്മുടെ ഷോപ്പ് മാറ്റി പിടിക്കും അല്ലെ? ഇഷ്ടമുള്ള ഷോപ്പില്ലേ? പിന്നെ നമ്മൾ വേണിയോ എന്താ അവിടെ എല്ലാ ദിവസവും പോണത്, എന്നിട്ടും നമ്മളോടൊരു ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ വേറെ ഷോപ്പിൽ പോകാം. അപ്പൊ അവർക്കടെ ആ ഒരു കസ്റ്റമർ അവിടെ പോയില്ലേ അല്ലെ? ആ ഒരു കസ്റ്റമർ അവിടെ പോയി. അപ്പൊ ആ കസ്റ്റമറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ഷോപ്പ് കീപ്പർ ഒരു ട്രിക്കാണത്, അതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്, ബിസിനസ് തന്ത്രമാണത്. എന്താണ്? ആ കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? വിച്ച് മീൻസ് എക്സ്പെക്റ്റഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലും ആ ഷോപ്പിൽ നിന്ന്, ഞാൻ ഷോപ്പ് തുടങ്ങി എന്റെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങണം, അതല്ല എന്റെ ഇത്. എന്നാലും എനിക്ക് അവിടെ ചെലവുണ്ടാവുള്ളൂ, എനിക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കസ്റ്റമേഴ്സ് വന്നാലല്ലേ കച്ചവടം ഉണ്ടാവുള്ളൂ, എനിക്ക് ലാഭം കിട്ടുള്ളൂ. അപ്പൊ വീണ്ടും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ ഒരു ഉദ്ദേശത്തോടു കൂടി നല്ലൊരു റിലേഷൻഷിപ്പ് കസ്റ്റമറുമായിട്ട് ഷോപ്പ് കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യും. ക്ലിയർ ആണോ? ആരെങ്കിൽക്കൊക്കെ ഷോപ്പ് ഉള്ളവരുണ്ടോ അവിടെ സ്വന്തമായിട്ട്? ആണോ? അങ്ങനത്തെ ട്രിക്കൊക്കെ നിങ്ങൾ പ്രയോഗിക്കാറുണ്ടോ? ആർക്കില്ലേ? ഷോപ്പൊന്നും ഇല്ലേ? ഇല്ല. ഓക്കെ. ഇല്ല. എന്നിട്ട് കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എന്താ? അതൊരു ബിസിനസ് ട്രിക്കാണ്. നമ്മളോട് ഉണ്ട്. സൂര്യക്കുണ്ടോ? അയ്യോ, സൂര്യ ഇങ്ങനെയൊക്കെയാണോ? കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യോ സൂര്യയെ? ഓൺലൈൻ സ്റ്റോർ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഷോപ്പൊക്കെ ഉള്ളവരൊക്കെ അപ്പൊ ഈ ഒരു ട്രിക്കൊക്കെ പ്രയോഗിക്കുക. അപ്പൊ നമുക്ക് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. അപ്പൊ നല്ലൊരു ഇത് സെയിലും നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തും. ഒരു ഇതാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ പാരഗ്രാഫിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ആ കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. ഈ കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആണ് ഹാബിറ്റ്. പിന്നെ ലാസ്റ്റ് സെന്റൻസ് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. എന്തിനാണ് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിച്ച് മീൻസ് എക്സ്പെക്റ്റഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് നല്ലൊരു പർച്ചേസിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത് നോക്കിയേ, കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ഗുഡ്സ് ഓർ സർവീസസ് എ കസ്റ്റമർ നീഡ്സ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്ന രീതിയിലുള്ള ഗുഡ്സ്, സാധനങ്ങളെയോ സേവനങ്ങളെയോ സർവീസുകളെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്തോട്ടോ. കസ്റ്റമർ നീഡ്സ്, കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ? മേ ബി ഡിഫൈൻഡ് ആസ് ദ ഗുഡ്സ് ഓർ സർവീസസ് എ കസ്റ്റമർ നീഡ്സ്. കസ്റ്റമറിന്റെ ആവശ്യം എന്തിനു വേണ്ട? ടു അച്ചീവ് എ സ്പെസിഫിക് കോഴ്സ്, ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്ന രീതിയിലുള്ള ഗുഡ്സ് ഓർ സർവീസുകളെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് നീഡ്സ് ആർ ഓഫ് വേരിയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ടു ദ കസ്റ്റമേഴ്സ്. അല്ലെ? ഓരോ കസ്റ്റമേഴ്സിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങളിൽ മാറ്റം വരില്ലേ? അല്ലേ? ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്ന ഗുഡ്സോ സർവീസുകളെയാണ് എന്തെന്ന് പറയുക? കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് നീഡ്സ് ആർ ഓഫ് വേരിയിങ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമർ. കസ്റ്റമറിന്റെ പ്രാധാന്യം അനുസരിച്ച് അല്ലെങ്കിൽ കസ്റ്റമറിനെ ബേസ് ചെയ്തിട്ട് അത് എന്താ പറയാ? അത് വ്യത്യാസപ്പെട്ടിരിക്കും. Then customer expectations are influenced by cultural value, advertising, marketing, and other communication, both with the supplier and other sources. Cultural value എന്ന് പറഞ്ഞാൽ സാംസ്കാരിക മൂല്യങ്ങൾ. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകള്. അപ്പൊ കസ്റ്റമറിന്റെ പ്രതീക്ഷകള് അതിനെ എന്തൊക്കെ ഇൻഫ്ലുവൻസ്, എന്തിനെ സ്വാധീനിക്കുന്നു? എന്തിനെയൊക്കെ സ്വാധീനിക്കുന്നു? ബൈ കൾച്ചറൽ വാല്യൂ, സാംസ്കാരിക മൂല്യങ്ങളെ, അഡ്വർടൈസിങ്ങിനെ, മാർക്കറ്റിങ്ങിനെ, ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ, ആരുമായിട്ട്? ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് ദ അതർ സോഴ്സസ്. കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ കസ്റ്റമറിന്റെ പ്രതീക്ഷകള് സ്വാധീനിക്കുന്നതാണ്.
അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. കസ്റ്റമർ expectations are influenced by dash cultural values, advertising, marketing and other communications both with the supplier and other sources. ഇനി നെക്സ്റ്റ് ആണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. കസ്റ്റമർ സർവീസ്, a customer service also known as client service. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. കസ്റ്റമർ സർവീസ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ് എന്ന് പറയും. കസ്റ്റമർ സർവീസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇത് ക്ലയന്റ് സർവീസ്. Is the provision of service to customers before, during and after the purchase. അണ്ടർലൈൻ ചെയ്തോട്ടോ. എന്താണ് കസ്റ്റമർ സർവീസ്? ഇസ് ദ പ്രൊവിഷൻ, ഒരു വ്യവസ്ഥയാണ് എന്ത് ഓഫ് സർവീസസ് ടു കസ്റ്റമേഴ്സ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ പർച്ചേസ്. വാങ്ങുന്നതിന് മുന്നേ, നമ്മൾ പർച്ചേസ് ചെയ്തതിന് മുന്നേ, പർച്ചേസ് ചെയ്യുന്ന സമയത്തും പർച്ചേസിങ്ങിന് ശേഷവും നമ്മള് ഈ കസ്റ്റമേഴ്സ് നൽകുന്ന സേവനങ്ങളെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. എപ്പോഴൊക്കെ? ഈ പർച്ചേസിന് മുന്നേ, ഡ്യൂറിങ് പർച്ചേസ് സമയത്ത്, പർച്ചേസിന് ശേഷം നമ്മൾക്ക് ഈ കസ്റ്റമേഴ്സിന് നൽകുന്ന സേവനങ്ങളെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. Okay, it's a provision of service to customers before, during, after purchase. According to Charbon Act. അങ്ങനെ തന്നെയാണോ ടെക്സ്റ്റിൽ കിടക്കണേ? ടെക്സ്റ്റ് ഉള്ളവര് നോക്കിയേ. ചർബാൻ ആക്ട് എന്നാണ് കേട്ടോ. ACT ആക്ട് 2002. 2002 ചർബാൻ ആക്ട് അനുസരിച്ച് കസ്റ്റമർ സർവീസ് is a series of activities designed to improve the level of customer satisfaction. That is the feeling that the product or services has met the customer expectation. എന്താ പറഞ്ഞേക്കുന്നേ? According to Charbon Act 2002, 2002 ചർബാൻ ആക്ട് അനുസരിച്ച് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? Is a series of activities. ഒരു കൂട്ടം പ്രവർത്തനങ്ങളെയാണ് എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടുള്ളത്? To improve the level of customer satisfaction. കസ്റ്റമറിന്റെ സംതൃപ്തി, ആ ലെവല്, ആ കസ്റ്റമറിന്റെ സംതൃപ്തിയുടെ ലെവല് ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത്? കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ് is a series of activities. ഒരു കൂട്ടം പ്രവർത്തനങ്ങളെയാണ്. എന്തിനു വേണ്ടിയുള്ള പ്രവർത്തന? കസ്റ്റമറിനെ സംതൃപ്തിപ്പെടുത്തണം അല്ലേ? കസ്റ്റമറിനെ സംതൃപ്തിപ്പെടുത്തണം. ആ കസ്റ്റമറിന്റെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, അതിന്റെ ലെവല് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ, കണ്ടോ, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, അതാണ് എന്ത്? കസ്റ്റമർ സർവീസ്. ഇനി that is എന്ന് വെച്ചാൽ എന്താ? The feeling that a product or service has met the customer expectation. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കസ്റ്റമറിന്റെ പ്രതീക്ഷകള് അതിനെ മീറ്റ് ചെയ്ത് പാലിക്കുന്ന സർവീസോ പ്രൊഡക്റ്റോ, ആ ഒരു ഫീലിംഗ്, അതാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് അല്ലേ? കസ്റ്റമറിന്റെ പ്രതീക്ഷകള് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ? നമ്മളെ ഇപ്പൊ ഒരു സാധനം ഒരു ചുരിദാർ നമ്മൾ മനസ്സിൽ വിചാരിച്ചോണ്ട് പോയി, അവിടെ ചെന്ന് അതേ ടൈപ്പ് അതേ മോഡൽ കിട്ടിയാലേ നമുക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ അല്ലേ? കസ്റ്റമറിന്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ? ഈ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഇതാണ് നല്ലൊരു കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. കസ്റ്റമർ സർവീസ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഉള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ, ഇനി ആർക്കൊക്കെ കസ്റ്റമർ സർവീസ് നൽകാം? ബിസിനസ്സിലാണെങ്കിൽ ആർക്ക്? സെയിൽസ്മാന്. ഹോസ്പിറ്റലിലാണെങ്കിൽ കസ്റ്റമർ സർവീസ് ആർക്ക് നൽകാം? ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിന്. അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. കസ്റ്റമർ സർവീസ് can be given by salesman or hospital executives. Salesmanോ hospital executiveനോ കസ്റ്റമർ സർവീസ് നൽകാൻ പറ്റും. ബിസിനസ്സിലാണെങ്കിൽ സെയിൽസ്മാന്, ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിന് കസ്റ്റമർ സർവീസ് നൽകാൻ പറ്റും. ഓൾസോ ത്രൂ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസ്. ഇന്റർനെറ്റ് സർവീസിന്, ഇന്റർനെറ്റിന് അല്ലെ, ഇപ്പൊ എല്ലാരും മാനുവൽ അല്ല, ഇപ്പൊ എല്ലാ ഇതും എന്താ പറയാ, നെറ്റ് അല്ലേ, ഇന്റർനെറ്റ് അല്ലേ അല്ലെ? കമ്പ്യൂട്ടർ വഴിയാണ് ഡേറ്റാസും ഒക്കെ. HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇന്റർനെറ്റിന് നമുക്ക് ഇത് ഈ കസ്റ്റമർ സർവീസ് നൽകാം. ഓൾസോ
through automated internet service. അത് മൂന്നും നമുക്ക് പറയാം. സെയിൽസ്മാനോ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിനോ അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസുകൾക്കും കസ്റ്റമർ സർവീസ് നൽകാം. ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇന്റർനെറ്റ് സർവീസ് എന്ന് പറയുന്നത് നോക്കിയിട്ട് the medical receptionist is often the first person with whom the patient has within the medical facility. ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ആ പേഷ്യൻസ് കോണ്ടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ ആണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. അണ്ടർലൈൻ ചെയ്തേ. Medical receptionist is often the first person with whom patient has with the medical facility. ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് പേഷ്യൻസ് ചെല്ലുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന അതാണ് ഫസ്റ്റ് പേഴ്സൺ ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. She is often the first person with whom the patient has with the medical facility. Giving patients individual attention can go a long way in establishing their positive experience with the facility. എന്താ പറഞ്ഞേക്കുന്നേ? ഗിവിംഗ് പേഷ്യൻസ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എങ്ങനെ കൊടുക്കണം? ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതായത് ഓരോ പേഷ്യന്റിനും വ്യക്തിപരമായ ശ്രദ്ധ കൊടുക്കണം. മനസ്സിലായോ? ഗിവിംഗ് പേഷ്യൻസ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഓരോ വ്യക്തിക്കും നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കണം. എല്ലാവരെയും കൺസിഡർ ചെയ്യണം. Can go a long way in establishing their positive experience in the facility. അപ്പൊ എങ്ങനെയാ? എല്ലാ പേഷ്യൻസിനെയും അവർക്ക് വ്യക്തിപരമായിട്ട് പ്രാധാന്യം കൊടുക്കണം. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് അതിലൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. ഓക്കെ. Giving patients individual attention can go a long way in establishing their positive experience with the healthcare facility. അപ്പൊ എങ്ങനെ സ്ഥാപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളെയും ഒരുപോലെ പരിഗണിക്കണം. എന്നാലല്ലേ നമുക്കൊരു നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത് വരുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും ഹോസ്പിറ്റലിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള നല്ലൊരു മതിപ്പുണ്ടാവും അല്ലേ? കൊള്ളാലോ, നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, ഓരോ ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ അവരെയൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. Clear അല്ലേ? നോക്കി. Establishing their positive experience with the facility. Healthcare ഫെസിലിറ്റിയിലെ പോസിറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. ക്ലിയർ ആണോ പാരഗ്രാഫ്? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. Dash is the provision of services to customer before, during and after a purchase. പിന്നെ അടുത്ത കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞ എന്താണ്? അത് അണ്ടർലൈൻ ചെയ്യണം. Series of activities designed to improve the level of customer satisfaction. പിന്നെ customer service can be given by ആർക്കൊക്കെ നൽകാം? സെയിൽസ്മാൻ, ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ്, ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസുകൾക്ക് നൽകാം. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ഓഫൻ ദ ഫസ്റ്റ് പേഴ്സൺ വിത്ത് ഹോം പേഷ്യന്റ് ഹാസ് വിത്ത് ദ മെഡിക്കൽ ഫെസിലിറ്റി. മെഡിക്കൽ ഫെസിലിറ്റിയിലെ പേഷ്യൻസ് ചെല്ലുമ്പോൾ ആദ്യം കോൺടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ ആണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. അപ്പൊ എങ്ങനെ വേണം? നമ്മൾ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം. ഈച്ച് ആൻഡ് എവരി പേഷ്യൻസ് എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട്, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട്, വ്യക്തിപരമായി തന്നെ കൊണ്ട് നമുക്ക് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് സ്ഥാപിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അത് അല്ലേ? ബോറടിക്കണ്ടോ? ഉറക്കം വന്നുണ്ടോ? ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇവിടെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് എനിക്കൊക്കെ നിന്നോട്ടോ, കുത്തിപ്പിടിച്ചിരിക്കണമെന്നില്ല. ഞങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കുകയാണ്. രാവിലെ 10:30 to കണ്ടിന്യൂസ് തന്നെയായിരുന്നു ക്ലാസ്. ഫസ്റ്റ് സെക്കൻഡ് മൂന്നാമത്തെ ക്ലാസ് ആയത്. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയാ, അങ്ങനെ അവർക്ക് ഒരു ഇതായി. പക്ഷെ നിങ്ങളിപ്പോ ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ആയിക്കോളും. ക്ലാസ് ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ. 5 ദിവസം കൂടെ ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓക്കെ ആയിക്കോളും. കുഴപ്പമൊന്നുമില്ല.
ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തതാണ് വാട്ട് ഈസ് CRM. കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ എക്സ്പാൻഡ് CRM, എക്സ്പാൻഡഡ് ഫോം ഓഫ് CRM, അല്ലെങ്കിൽ CRM സ്റ്റാൻഡ്സ് ഫോർ, അങ്ങനെ പല ഇതായിട്ട് ചോദിക്കാം. CRM എന്താണ്? CRM എന്ന് പറയുന്നത് CRM stands for Customer Relationship Management. കസ്റ്റമർ ഒന്നോ രണ്ടോ പ്രാവശ്യം, 2-3 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇത്. എക്സ്പാൻഡഡ് ഫോം CRM സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് മാറിപ്പോവോ? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് CRM. As the name indicate, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ CRM software is a system for managing relationship with the customers. CRM is a system. CRM software ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഈ പേരും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ CRM software is a system for managing relationship with the customers. കസ്റ്റമേഴ്സുമായിട്ട് ഒരു ബന്ധം നിലനിർത്തുന്നതിനുള്ള ഒരു സിസ്റ്റം, ഒരു സംവിധാനമാണ് CRM software. അണ്ടർലൈൻ ചെയ്തോട്ടോ. Dash is a system for managing relationship with the customers. അല്ല, കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ. ക്ലിയർ അല്ലേ? അത്രയും കൂടി നോക്കാം കേട്ടോ. വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. നാളെ ഉണ്ടല്ലോ നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് അല്ലേ, പ്രശ്നമില്ല. ഇവിടെ വരെ നോക്കുക. CRM എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കസ്റ്റമറുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് CRM സോഫ്റ്റ്വെയർ. ഇവിടെ കുറച്ചുകൂടി ഹെൽത്ത് കെയർ CRM കുറച്ച് പോയിന്റ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അഡ്വാൻറ്റേജ് കഴിഞ്ഞിട്ട് CRM സോഫ്റ്റ്വെയറിന്റെ ഒരു സാമ്പിളാണ് കൊടുത്തേണ്ടത്. അതിന് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്കതൊന്ന് അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്, എന്താണ് CRM സോഫ്റ്റ്വെയർ സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് പഠിക്കാം. അപ്പൊ ഇത്രയും ഒന്ന് നോക്കി വെക്കാം. CRM എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ CRM സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ആണ്. എന്തിനു വേണ്ടി? ഫോർ മാനേജിങ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമറുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്താനുള്ള ഒരു സംവിധാനം, ഒരു സിസ്റ്റം ആണ് CRM സോഫ്റ്റ്വെയർ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, എല്ലാവരും സുഖായിരിക്കുന്നോ? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് പിള്ളേരെ? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ എല്ലാ ക്ലാസ്സുകളും ഓക്കെ? ഓക്കെ 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 കുറെ തമ്പുകളും ഹാർട്ടും ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. ഏത് മിസ്സാണെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകട്ടെ. നമ്മൾ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അത് എന്താ പറയാ, റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ലിയർ ആക്കി പോവുക. അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തേക്കുക. പിന്നെ കറക്റ്റ് ആയിട്ട് എടുക്കുന്നത് വായിക്കുക. ഇത്രയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി എന്താ പറയാ എക്സാം നമുക്ക് എഴുതാൻ പറ്റും സിമ്പിൾ ആയിട്ട്. ഇപ്പൊ അന്ന് എടുക്കുന്നൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. എത്ര HA5-ലോ 5-ലും 6-ലുള്ള കുട്ടികൾ പറയായിരുന്നു എന്റെ അടുത്ത് എക്സാം കഴിഞ്ഞപ്പോ മിസ് ഞാനേ എനിക്കൊന്നും വായിക്കാൻ സമയം കിട്ടില്ല, പ്രഖ്യാപയുണ്ട്. അപ്പൊ അതായത് എനിക്ക് വായിക്കാൻ സമയം കിട്ടില്ല. മിസ്സിന്റെ മാർക്ക് കണ്ടിട്ട് എക്സാം എഴുതിയതാണ് മിസ്. ഒരു മാർക്ക് എന്റെ ഫോളോയോടും പറഞ്ഞുകൊണ്ട് കുട്ടി മെസ്സേജ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും എന്താ ഹാർഡ് വർക്കായിട്ട് ഒറ്റ ക്ലാസ് പോലും മിസ് ചെയ്യാൻ കുട്ടി അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വായിക്കേണ്ട ആവശ്യം വന്നില്ല. ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ച് ആ ഓർമ്മയും കൊണ്ട് മാത്രം കേട്ടോ മിസ് എക്സാം എഴുതിയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുവിധം ക്ലാസ്സിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി പോകാം. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്റേഴ്സും എളുപ്പമുള്ളതാണ്. ചെറിയ ചെറിയ ചാപ്റ്റേഴ്സുമാണ്, വേഗം തീരും. തേർഡ് ഫോർത്ത് മൊഡ്യൂളിലാണ് ലെങ്ത് ആണ്, എന്നാലും കുഴപ്പമില്ല. ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് വലിയതാണ്, എന്നാലും എളുപ്പമാണ്. നമ്മളത് എന്താ നമുക്ക് എന്താ പറയാ, നമ്മളത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോരുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അല്ലേ? സ്കൂളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ, നമുക്ക് ചില സബ്ജക്റ്റുകൾ നല്ല ഇഷ്ടമായിരിക്കും. എന്താ, ആ ടീച്ചറിന് നമുക്ക് തന്നെ ഇഷ്ടം. അതല്ല ഒന്നാമത്തെ കാര്യം. ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടാൻ കാര്യം എന്താ, ടീച്ചറിനോട് നമുക്ക് ഇഷ്ടമായിരിക്കും. ആ ടീച്ചറിന് നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഓൾറെഡി ഇഷ്ടപ്പെടും. അതപ്പോ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങും. കറക്റ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്താ പറയാ, നല്ല സിമ്പിൾ ആയിരിക്കും.
എന്നെ ഇഷ്ടമല്ല മാറ്റി വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് സോളിമാം ഓർമ്മ സോളിമിസ് ഇപ്പൊ ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നമുക്ക് നാളെ ഉണ്ടല്ലോ. ഓക്കെ, ബൈ.